ഹായ്, നമസ്കാരം. നമുക്ക് ഇനി SSLC എക്സാമിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് ഒക്കെ നോക്കി പോകാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് നോട്ടായിട്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഷോർട്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അതൊന്ന് കാണുക, അതേപോലെ തന്നെ അത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠം ഏതാണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പാദവാർഷിക മൂല്യനിർണ്ണയം 2016 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താ നോക്കാം. കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം എന്നിവയിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? കറുപ്പ് വ്യാപാരം എന്താണെന്നറിയണം, തുറന്ന വാതിൽ നയം എന്താണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം എത്ര മാർക്കിനുള്ള ചോദ്യമാണ്? ചോദ്യം എത്രയാണ്? 2 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറുപ്പ് വ്യാപാരം എന്താണെന്ന് എഴുതുക. പോയിൻ്റാക്കി എഴുതുക കേട്ടോ. എഴുതുമ്പോൾ പരത്തി പിടിച്ച് എഴുതാതെ പോയിൻ്റാക്കി എഴുതുക. അത് നമുക്ക് മാർക്ക് കിട്ടാൻ നല്ല ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ കറുപ്പ് വ്യാപാരം ചൈനീസ് ജനതയുടെ മാനസിക ശാരീരിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചതാണ് കേട്ടോ അത്. ഇനി സാമ്പത്തികമായും മാനസികമായും ചൈനക്കാരെന്തായി? കറുപ്പ് വ്യാപാരത്തിലൂടെ അവരുടെ അടിമകളായി, അല്ലേ? അടിമത്തത്തിലായി. ഇനി തുറന്ന വാതിൽ നയത്തിലൂടെ ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിലെത്തി കിട്ടൂല. ചൈനയുടെ കമ്പോളങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുത്തു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോയിൻ്റാക്കി പഠിക്കാം. ഓക്കെ. ഇനി മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ മുഖേന അമേരിക്കൻ കോളനികളുടെ കച്ചവടത്തെയും വാണിജ്യത്തെയും ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്താണെന്ന് അറിയണം. അതെന്തൊക്കെയാണ്? താഴെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 4 മാർക്കിനാണ് ചോദിച്ചത്. കച്ചവടത്തിനായി അമേരിക്കയുടെ കപ്പലുകളോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മെർക്കൻ്റലിസ്റ്റ് നിയമമാണ്. കച്ചവടത്തിനായി ഏതൊക്കെ കപ്പൽ ഉപയോഗിക്കാൻ പാടുള്ളൂ? അമേരിക്കയുടെ കപ്പലോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അന്ന് കാലങ്ങളിൽ എന്താണ്? കച്ചവടങ്ങൾക്കും യാത്രകൾക്കും വേണ്ടി കൂടുതലും എന്താണ്? കപ്പലുകളാണ് ഉപയോഗിച്ചിരുന്നത്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. കപ്പലുകളോ ഈ അമേരിക്കയുടെ കപ്പലോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലോ ഉപയോഗിക്കാൻ പാടുള്ളൂ കച്ചവടത്തിന്. പിന്നെ അതേപോലെ തന്നെ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയും കമ്പിളിയും പരുത്തിയും പുകയിലയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാൻ പാടുള്ളൂ. ഇനി കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. അതേപോലെ തന്നെ കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യങ്ങളും മറ്റും കോളനിക്കാർ നൽകണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യം മറ്റു കോളനിക്കാരെന്ത് ചെയ്യണം? സൗകര്യങ്ങളും മറ്റൊക്കെ നമ്മളെന്ത് ചെയ്യണം? കോളനിക്കാർ നൽകണം. അതേപോലെ തന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. ഇനി ഏതെങ്കിലും 4 എഴുതിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യാം? മൊത്തം പഠിക്കാം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 4 അവിടെ മാർക്കിനനുസരിച്ചാണ് കേട്ടോ എഴുതേണ്ടത്. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ താഴെ തന്നിട്ടുണ്ട്. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. ദുരിതപൂർണമായ ജനജീവിതം. സൂചന എന്താണ്? ഭരണാധികാരികളുടെ സ്വേച്ഛാധിപത്യങ്ങൾ, മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം, ബോൾഷെവിക് പാർട്ടിയുടെ രൂപീകരണം. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ താഴെ തന്നിട്ടുണ്ട്. സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കേണ്ടത്. അപ്പം നമുക്ക് ഓരോ സൂചനയും വെച്ചിട്ട് എന്ത് ചെയ്യണം? എഴുതി നോക്കണം. ഓക്കെ. ആദ്യത്തെ പോയിൻ്റായ ദുരിതപൂർണമായ ജീവിതം.
കാർഷിക രംഗത്തെ കുറഞ്ഞ ഉൽപ്പാദനവും ഉയർന്ന നികുതിയും കൂടുതൽ അവരെ എന്ത് ചെയ്തു? ദുരിതത്തിലാക്കി. ദുരിതപൂർണമായ ജനജീവിതമാണ് കേട്ടോ. വിദേശികൾ നിയന്ത്രിച്ചിരുന്ന വ്യവസായശാലകളിലും തൊഴിലാളികൾ അടിമകളെ പോലെയായിരുന്നു. വിദേശികൾ നിയന്ത്രിച്ചിരുന്ന വ്യവസായശാലകളിലും തൊഴിലാളികൾ അടിമകൾ പോലെ ആയിരുന്നു. ഇനി ഭരണാധികാരികളുടെ സ്വേച്ഛാധിപത്യങ്ങൾ. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ രാജകുടുംബത്തിനും അനുചരന്മാർക്കും പ്രഭുക്കൾക്കും മാത്രമേ സഹായങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ രാജകുടുംബത്തിനും അനുചരന്മാർക്കും പ്രഭുക്കൾക്കും മാത്രമേ സഹായങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഒരു സഹായവും ലഭിച്ചിരുന്നില്ല. മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം. കാൾ മാർക്സും ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. തൊഴിലാളികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കുകയും തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി സമരങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇനി ബോൾഷെവിക് പാർട്ടിയുടെ രൂപീകരണം. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് മെൻഷെവിക് പാർട്ടിയെന്നും ബോൾഷെവിക് പാർട്ടിയെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇതിൽ മെൻഷെവിക് പാർട്ടി പ്രഭുക്കന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ന്യൂനപക്ഷ പാർട്ടിയായി. എന്നാൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് പാർട്ടി കർഷകരുടെയും തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങളാണ് സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ബോൾഷെവിക് പാർട്ടിയുടെ രൂപീകരണം അല്ലേ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് എന്തായി? മെൻഷെവിക് പാർട്ടി എന്നും ബോൾഷെവിക് പാർട്ടി എന്നും രണ്ടായി വിഭജിച്ചു. ഇതിൽ മെൻഷെവിക് പാർട്ടി മാറരുത്, മെൻഷെവിക് പാർട്ടി പ്രഭുക്കന്മാരുടെ താല്പര്യങ്ങൾ അല്ലേ, ഉന്നത നിലയിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ന്യൂനപക്ഷ പാർട്ടിയായി. എന്നാൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് പാർട്ടി കർഷകരുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥകളിൽ ഫ്രഞ്ച് വിപ്ലവം ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക. യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളിൽ ഫ്രഞ്ച് വിപ്ലവം ചെലുത്തിയ സ്വാധീനം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിച്ചു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയത്തിന് പ്രാധാന്യമേറി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. യൂറോപ്പിലെ മറ്റ് സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഭീഷണിയായി. അപ്പോൾ ഈ പോയിൻറ്റ്സ് പഠിക്കുക. 4 മാർക്കിനാണ് ചോദിച്ചത്. 4 പോയിൻ്റ് ആക്കി എഴുതിയാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് പാദവാർഷിക മൂല്യനിർണ്ണയം 2017 ചോദിച്ചതാണ്. സോവിയറ്റ് യൂണിയനിൽ ഒക്ടോബർ വിപ്ലവത്തിനു ശേഷം ലെനിൻ അധ്യക്ഷനായ ക്യാബിനറ്റ് സ്വീകരിച്ച നടപടികളേവ. അപ്പോൾ നമ്മൾ ചോദ്യോത്തര രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെച്ച് പോയാൽ നമുക്ക് മിക്കവാറും ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക? എഴുതാൻ പറ്റും. സോവിയറ്റ് യൂണിയനിൽ ഒക്ടോബർ വിപ്ലവത്തിനു ശേഷം ലെനിൻ അധ്യക്ഷനായ ക്യാബിനറ്റ് സ്വീകരിച്ച നടപടികളേവ. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. പ്രഭുക്കന്മാരുടെ കൈവശമിരുന്ന ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. സോവിയറ്റ് യൂണിയനിൽ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ലെനിൻ അധ്യക്ഷനായ ക്യാബിനറ്റ് സ്വീകരിച്ചതാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നങ്ങോട്ട് പിന്മാറി. പ്രഭുക്കന്മാരുടെ കൈവശം ഇരുന്ന ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. അപ്പോൾ പ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നു ഭൂമി, അത് പിടിച്ചെടുത്ത് എന്ത് ചെയ്തു? കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികൾ, ബാങ്കുകൾ, ഗതാഗത സൗകര്യങ്ങൾ, വിദേശ വ്യാപാരം എന്നിവ പൊതു ഉടമസ്ഥതയിലാക്കി. അതൊരു പൊതു ഉടമസ്ഥതയിലേക്ക് ആക്കി.
മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കി. അവയിൽ ഏതെങ്കിലും 3 എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുൾ പഠിച്ചു വെക്കുക. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ചിലപ്പോൾ അതിൽ കൂടുതൽ ചോദിച്ചാലോ. കച്ചവടത്തിനായി അമേരിക്കയുടെ കപ്പലുകളോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കി. അവയിൽ ഏതെങ്കിലും 3 എഴുതാൻ. കച്ചവടത്തിനായി അമേരിക്കയുടെ കപ്പലുകളോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി പാടുള്ളൂ. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്, അതുകൊണ്ടാണ് വേഗം വായിച്ചു പോണത്. കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യവും മറ്റും കോളനിക്കാർ നൽകണം. അതേപോലെ തന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ മെർക്കൻ്റലിസ് നിയമങ്ങൾ പഠിച്ചു വെക്കുക. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേന ചോദിച്ചിരിക്കും. ഇനി എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ കണ്ടെത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എ കോളത്തിലുള്ളതാ പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം, ചോർച്ചാ സിദ്ധാന്തം, പാലസ്തീൻ വിമോചന സംഘടന. അവിടെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ബിയിൽ ജവഹർലാൽ നെഹ്റു, യാസർ അറഫാത്ത്, ജോർജ് വാഷിങ്ടൺ, ദാദാബായ് നവറോജി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. നമുക്ക് അപ്പുറത്ത് ഉത്തരം കാണുമ്പോൾ നോക്കാം. ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ബി കോളത്തിൽ. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് എന്താണ്? പാലസ്തീൻ വിമോചന സംഘടനയുമായി ബന്ധപ്പെട്ടത് എന്താണ്? അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് തെറ്റോ ശരിയാവട്ടെ, അത് മനസ്സിൽ വിചാരിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് പോകണം അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ജോർജ് വാഷിങ്ടൺ ആണ്. അതേപോലെ തന്നെ ചേരിചേരാ പ്രസ്ഥാനം ആരാണ്? ജവഹർലാൽ നെഹ്റു. ചോർച്ചാ സിദ്ധാന്തം ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായ് നവറോജിയാണ്. പാലസ്തീൻ വിമോചന സംഘടനയാണ് യാസർ അറഫാത്ത്.